ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഓരോ ദിവസവും വളരെ ശാന്തമായ സമാധാനപരമായ അന്തരീക്ഷത്തിലേക്ക് ഉണർന്നെഴുന്നേൽക്കുവാൻ നമുക്ക് സാധിക്കുന്നത് വളരെ വലിയ ഒരു ദൈവാനുഗ്രഹം തന്നെയാണ്. എന്നാൽ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള നമ്മുടെ സഭാഗാത്രത്തിൽ പലരും ഇതേ സമാധാനത്തിൽ ഉണരാൻ സാധിക്കാത്തവരാണ്. ആഫ്രിക്ക, അർമേനിയ, മിഡിൽ ഈസ്റ്റിലെ ടർക്കി, സിറിയ മുതലായ സ്ഥലങ്ങളിലും, എന്തിനേറെ പറയുന്നു ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ പോലും വളരെയധികം പീഡനങ്ങളിലൂടെയാണ് നമ്മുടെ ക്രൈസ്തവ സഹോദരർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ക്രൈസ്തവ പീഡനങ്ങളെക്കുറിച്ച് നമുക്കിന്ന് മനസ്സിലാക്കാം. ആദ്യത്തെ 2 നൂറ്റാണ്ടുകളിൽ AD 313 മിലൻ വിളംബരം വരെയുള്ള കാലഘട്ടങ്ങളിൽ പ്രധാനമായ 10 മതപീഡനങ്ങളാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യ നൂറ്റാണ്ടുകളിലെ മതപീഡനങ്ങൾ നീറോ, ഡൊമേഷ്യൻ, ട്രാജൻ, ഏഡ്രിയാൻ, അന്റോണിയസ് പയസ്, ഔറേലിയസ്, സെപ്തീമിയസ് സെവറസ്, ഡേഷ്യൻ, വലേറിയൻ, ഡയോക്ലീഷ്യൻ എന്നീ 10 ചക്രവർത്തിമാരുടെ കീഴിലായിരുന്നു അരങ്ങേറിയിരുന്നത്. AD 313 ഹെലന രാജ്ഞിയുടെ മകനായ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കീഴിൽ സംഭവിച്ച എഡിക്റ്റ് ഓഫ് മിലൻ അഥവാ മിലൻ വിളംബരത്തോടു കൂടിയാണ് ഈ മതപീഡനങ്ങൾക്ക് ഒരു അറുതി വരുന്നത്. മധ്യയുഗത്തിൽ ക്രൈസ്തവ ലോകം ആന്തരികമായും ബാഹ്യമായും വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആന്തരികമായി പാഷണ്ഡതകളും ബാഹ്യമായി സെറാസിയൻസ് എന്നറിയപ്പെടുന്ന പ്രാചീന അറബ് മുസ്ലിംസുമായിരുന്നു ക്രൈസ്തവർ നേരിടേണ്ടി വന്ന വെല്ലുവിളികൾ. 1917 മുതൽ 1991 വരെ സോവിയറ്റ് യൂണിയനിൽ മാർക്സിസ്റ്റ് ഗവൺമെന്റിന് കീഴിൽ നടന്ന മതമർദ്ദനങ്ങൾ ചെറുതല്ല. നിരീശ്വരവാദത്തിൽ ഊന്നിയതായിരുന്നു മാർക്സിസ്റ്റ് ഐഡിയോളജി എന്നതിനാൽ തന്നെ എല്ലാ മതവിഭാഗക്കാരും അടിച്ചമർത്തപ്പെട്ടു. കണക്കുകൾ പ്രകാരം 12 മുതൽ 20 മില്യൺ വരെ ക്രൈസ്തവർ മാർക്സിസ്റ്റ് ഗവൺമെന്റിന്റെ കൊടും ക്രൂരതയ്ക്ക് ഇരകളായി. 1936 മുതൽ 38 വരെ അരങ്ങേറിയ ഗ്രേറ്റ് പേർജ് അഥവാ ഗ്രേറ്റ് ടെറർ എന്നറിയപ്പെടുന്ന സംഭവത്തിൽ 1.5 ലക്ഷത്തിലധികം പുരോഹിതർ കൊല്ലപ്പെട്ടു. ഇതേ കാലയളവിൽ തന്നെയാണ് മെക്സിക്കോയിലും ആന്റി കാത്തലിക് അജണ്ടകൾ അരങ്ങേറിയത്. കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ ഭരണത്തിന് കീഴിലും വിശ്വാസികളായ എല്ലാവർക്കും തന്നെ പീഡനങ്ങൾ നേരിടുന്ന സംഭവങ്ങൾ നാം ഇന്നും കാണുന്നതാണ്. നിരവധി പള്ളികൾ നശിപ്പിക്കപ്പെടുകയും നിരവധി വിശ്വാസികൾ ക്രൂരമായ മർദ്ദനത്തിന് ഇരകളാവുകയും ചെയ്യുന്നുണ്ട്. നാസി ഭരണത്തിന് കീഴിൽ അടിച്ചമർത്തപ്പെട്ട യഹൂദരോടൊപ്പം നിരവധി ക്രൈസ്തവരും അവരുടെ ജീവിതം ഹോമിക്കേണ്ടി വന്നിട്ടുണ്ട്. മിസ്റ്റർ മാക്സിമിലിയൻ കോൾബെ അതിനൊരു ഉദാഹരണമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ക്രൈസ്തവർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇസ്ലാമിക ഭീകരത തന്നെയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ ഈശോ പറയുന്നുണ്ട്, നിങ്ങളെ കൊല്ലുന്ന ഏവനും താൻ ദൈവത്തിന് ബലിയർപ്പിക്കുന്നു എന്ന് കരുതുന്ന സമയം വരുന്നു. ഈ വചനം അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് ഇന്ന് നടമാടുന്ന പല സംഭവങ്ങളും. ബൊക്കോ ഹറാം, മുസ്ലിം ഫുലാനി ഗോത്രവർഗ്ഗക്കാർ മുതലായവരിൽ നിന്ന് ആഫ്രിക്കൻ ജനത അനുഭവിക്കേണ്ടി വരുന്ന പീഡനങ്ങൾ നിരവധിയാണ്. 2009 ശേഷം ഇസ്ലാമിക ഭീകരർ 34,500ഓളം ക്രൈസ്തവരെ വധിച്ചു എന്ന് കണക്കുകൾ പറയുന്നു. ഈ 2020 ആരംഭം മുതൽ ഇന്ന് വരെ 2200 ക്രൈസ്തവർ നൈജീരിയയിൽ മാത്രം കൊല്ലപ്പെട്ടു എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. വരുന്ന ക്രിസ്തുമസിന് ഭീകരർ രക്തച്ചൊരിച്ചിൽ നടത്തുമെന്ന ഭീതിയിലാണ് നൈജീരിയയിലെ ക്രൈസ്തവർ ഇന്ന് ജീവിക്കുന്നത്. ഇറാഖ്, സിറിയ പോലുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ കീഴിൽ നടക്കുന്ന കൊടും ക്രൂരതകൾ മാധ്യമങ്ങളിലൂടെ നാം കൺമുൻപിൽ കണ്ടവയാണ്. മലയാളി കൂടിയായ ഫാദർ ടോം ഉഴുന്നാലിൽ ഇസ്ലാമിക ഭീകരതയുടെ ജീവിക്കുന്ന രക്തസാക്ഷിയാണ്. ഒരിക്കൽ ക്രൈസ്തവ രാജ്യമായിരുന്ന പല സ്ഥലങ്ങളിലും ഇന്ന് ക്രൈസ്തവരുടെ സാന്നിധ്യം പോലുമില്ല. വളരെ സമാധാനം നിലനിന്നിരുന്ന ക്രൈസ്തവ രാജ്യമായ ലെബനനിൽ ഇന്ന് അവശേഷിക്കുന്ന ക്രൈസ്തവരുടെ എണ്ണം തുലോം തുച്ഛമാണ്. ക്രൈസ്തവരുടെ ചരിത്രമുറങ്ങുന്ന ഹാഗിയ സോഫിയ ദേവാലയം ഒരു മോസ്കാക്കി മാറ്റിക്കൊണ്ട് എർദോഗൻ ലോകത്തിലെ ക്രൈസ്തവർക്ക് മുന്നിൽ ഒരു തുറന്ന വെല്ലുവിളിയാണ് വെച്ചിരിക്കുന്നത്. ഓട്ടോമൻ തുർക്കികളുടെ ഭരണത്തിന് കീഴിൽ 1915 മുതൽ നടമാടിയതായിരുന്നു ഗ്രീക്ക് അർമേനിയൻ ജീനോസൈഡ്. അന്ന് നടന്ന എത്നിക് ക്ലെൻസിംഗിലൂടെ ക്രൂരമായി കുരിശിലേറ്റിപ്പോലും കൊല ചെയ്യപ്പെട്ടത് 1.1 മില്യൺ ക്രൈസ്തവരായിരുന്നു. ISIS, അൽ-ഖ്വയ്ദ മുതലായ തീവ്രവാദ ഗ്രൂപ്പുകളിലൂടെ ഈ 20-ാം നൂറ്റാണ്ടിൽ യൂറോപ്പ് നേരിടേണ്ടി വരുന്ന തീവ്രവാദ ഭീഷണികൾ ചെറുതല്ല. വെടിവയ്പ്പിലൂടെയും കഴുത്തറുത്തും മറ്റും നിരവധി ക്രൈസ്തവരാണ് യൂറോപ്പിൽ കൊല ചെയ്യപ്പെടുന്നത്. അതിപുരാതനമായ നിരവധി ക്രൈസ്തവ ദേവാലയങ്ങളാണ് യൂറോപ്പിൽ നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അയൽ രാജ്യങ്ങളിലും അയൽ സംസ്ഥാനങ്ങളിലും നിരവധി പേർ തങ്ങളുടെ വിശ്വാസത്തെ പ്രതി ക്രൂരമായ മർദ്ദനങ്ങൾക്കും കൊലപാതകത്തിനും ഇരകളാവുന്നുണ്ട്. 2019 ഈസ്റ്റർ ദിനത്തിലാണ് ശ്രീലങ്കയിലെ 3 പള്ളികളിൽ ബോംബേറുണ്ടായത്.
ഈയിടെ മാധ്യമശ്രദ്ധ നേടിയ പാകിസ്ഥാനിലെ മരിയ ഷഹബാസ് എന്ന പെൺകുട്ടിയുടെ അനുഭവം അവിടെ നടമാടിക്കൊണ്ടിരിക്കുന്ന ക്രൂരത തന്നെയാണ്. നമ്മുടെ ഇന്ത്യയിലും വിശ്വാസത്തെ പ്രതി നിരവധി വെല്ലുവിളികളും ക്രൂരതകളും നേരിടുന്നത് നിത്യസംഭവങ്ങൾ തന്നെയാണ്. ഒറീസയിലെ കാന്തമാലിൽ നടന്ന സംഭവവും ഗ്രഹാം സ്റ്റെയിൻസ് എന്ന ക്രൈസ്തവ മിഷനറിയെ തൻ്റെ മക്കളോടൊപ്പം ചുട്ടുകൊന്ന സംഭവവുമെല്ലാം നമ്മുടെ മനസ്സിൽ ഇന്നും വേദനയോടെ നിലകൊള്ളുന്ന സംഭവങ്ങളാണ്. ആദിമ നൂറ്റാണ്ടുകൾ മുതൽ ഇന്നും ക്രൈസ്തവർ തങ്ങളുടെ വിശ്വാസത്തെ പ്രതി നിരവധി വെല്ലുവിളികളും പീഡനങ്ങളുമാണ് നേരിടേണ്ടി വരുന്നത്. എന്നിരുന്നാലും വളരെ ധീരമായി തന്നെ നാം നമ്മുടെ വിശ്വാസത്തിനു വേണ്ടി നിലകൊള്ളുന്നു. രക്തസാക്ഷികളുടെ നിണം സഭയുടെ വിത്താണ് എന്ന് തെർത്തുല്യൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ലോകത്താകമാനം തങ്ങളുടെ വിശ്വാസത്തെ പ്രതി നിരവധി പീഡനങ്ങളും തങ്ങളുടെ ജീവൻ പോലും പണയം വെക്കേണ്ടി വരികയും ചെയ്യുന്ന നമ്മുടെ സഹോദരരെ നമുക്ക് നമ്മുടെ പ്രാർത്ഥനയിൽ ഇന്ന് ഓർക്കാം. വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത് പോലെ ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയിലെ അംഗങ്ങൾക്ക് വേദനിക്കുമ്പോൾ നമുക്ക് തന്നെയാണ് വേദനിക്കേണ്ടത്. എത്രയൊക്കെ വെല്ലുവിളികൾ നേരിട്ടാലും വിശ്വാസത്തിൽ നമ്മെ ദൃഢപ്പെടുത്തണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ബൈസന്റൈൻ പാരമ്പര്യത്തിൽപ്പെട്ട റഷ്യൻ സഭയ്ക്ക് വേണ്ടിയും നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ക്രബ് ഓഫ് ലവ്, സ്നേഹത്തിൻ്റെ പുൽക്കൂട്.